ആകാശവാണി. നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് അരവിന്ദ്. പ്രധാന വാർത്തകൾ. നാളെ ദേശീയ യുവജനദിനം. ഇതോടനുബന്ധിച്ച് ന്യൂഡൽഹിയിൽ നടക്കുന്ന വികസിത് ഭാരത് യങ് ലീഡേഴ്സ് ഡയലോഗിനെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭിസംബോധന ചെയ്യും. വികസിത ഭാരതം എന്ന ലക്ഷ്യം കൈവരിക്കുന്നതിൽ വികസിത കേരളത്തിന് സുപ്രധാന സ്ഥാനമുണ്ടെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. കേരളത്തിൽ ചീഫ് മിനിസ്റ്റേഴ്സ് മെഗാ ക്വിസ് മത്സരത്തിന് സംസ്ഥാന വ്യാപകമായി നാളെ തുടക്കമാകും. ഇന്ത്യ ന്യൂസിലൻഡ് പുരുഷ ഏകദിന ക്രിക്കറ്റ് പരമ്പരയിലെ ആദ്യ മത്സരത്തിൽ ഇന്ത്യയ്ക്ക് 301 റൺ വിജയലക്ഷ്യം. വാർത്തകൾ വിശദമായി. നാളെ ദേശീയ യുവജന ദിനം. ആത്മീയ നേതാവും തത്വചിന്തകനുമായ സ്വാമി വിവേകാനന്ദന്റെ ജന്മവാർഷികത്തോടനുബന്ധിച്ചാണ് എല്ലാ വർഷവും ജനുവരി 12 ദേശീയ യുവജന ദിനമായി ആചരിക്കുന്നത്. ഇതോടനുബന്ധിച്ച് ന്യൂഡൽഹിയിൽ നടക്കുന്ന വികസിത് ഭാരത് യങ് ലീഡേഴ്സ് ഡയലോഗിനെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ അഭിസംബോധന ചെയ്യും. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള 3000 യുവ പ്രതിനിധികളുമായി അദ്ദേഹം സംവദിക്കും. കേരളത്തിൽ നിന്ന് 60 അംഗ സംഘമാണ് പരിപാടിയിൽ പങ്കെടുക്കുന്നത്. വികസിത രാഷ്ട്രമാകാനുള്ള പാതയിൽ ഇന്ത്യ അതിവേഗം നീങ്ങുന്നുണ്ടെന്നും ഈ ലക്ഷ്യം കൈവരിക്കുന്നതിൽ പരിഷ്കാരങ്ങൾ നിർണായക പങ്ക് വഹിക്കുന്നതായും പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്കോട്ടിൽ വൈബ്രന്റ് ഗുജറാത്ത് മേഖലാ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. സ്റ്റാർട്ടപ്പ് ആവാസ വ്യവസ്ഥ, സൌരോർജ്ജ ഉൽപാദനം, വ്യോമയാന വിപണി, മെട്രോ ശൃംഖല എന്നിവയിൽ ലോകത്തെ മൂന്നാമത്തെ വലിയ ശക്തിയാണ് ഇന്ത്യയെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. स्टार्टअप इकोसिस्टम है. सोलर पावर जनरेशन के मामले में भी टॉप 3 देशों में से भारत एक है. हम तीसरे बड़े एविएशन मार्केट है और मेट्रो के मामले में भी हम दुनिया में टॉप 3 नेटवर्क में शामिल हो गए हैं. സൌരാഷ്ട്രയിലെ 7 ജില്ലകളിലായി 13 ഗ്രീൻഫീൽഡ് സ്മാർട്ട് ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റുകൾ പ്രധാനമന്ത്രി വെർച്വലായി ഉദ്ഘാടനം ചെയ്തു. ദേശീയ യുവജനോത്സവം വികസിത് ഭാരത് യങ് ലീഡേഴ്സ് ഡയലോഗ് 2026 പങ്കെടുക്കാൻ ജമ്മുകശ്മീർ, ലഡാക്ക് എന്നിവിടങ്ങളിൽ നിന്നും ഡൽഹിയിലെത്തിയ യുവാക്കളുമായി കേന്ദ്രമന്ത്രി ജിതേന്ദ്ര സിംഗ് സംവദിച്ചു. വികസിത് ഭാരത് യങ് ലീഡേഴ്സ് ഡയലോഗ് വെറുമൊരു ഉത്സവമല്ല, മറിച്ച് ആശയങ്ങളും സർഗാത്മകതയും നേതൃത്വവും സംഗമിക്കുന്ന ഒരു രാഷ്ട്ര നിർമ്മാണ വേദിയാണെന്ന് അദ്ദേഹം എടുത്തു പറഞ്ഞു. വികസിത ഭാരതം എന്ന ലക്ഷ്യം കൈവരിക്കുന്നതിൽ വികസിത കേരളത്തിന് സുപ്രധാന സ്ഥാനമുണ്ടെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. നവഭാരതം നവകേരളം എന്ന വിഷയത്തെ ആസ്പദമാക്കി കേരള കൗമുദി തിരുവനന്തപുരത്ത് സംഘടിപ്പിച്ച കോൺക്ലേവ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. പ്രവർത്തന മികവിന്റെ രാഷ്ട്രീയം മുന്നോട്ട് വച്ചത് നരേന്ദ്രമോദിയാണെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. विकसित भारत की संकल्पना विकसित केरल से होकर जाती है. विकसित भारत का मतलब है भारत का हर राज्य अपने ऑप्टिमम पोटेंशियल के साथ विकसित हो, और विकसित राज्य की कल्पना है मतलब विकसित केरल की कल्पना है. विकसित केरल, सुरक्षित केरल और सबकी आस्थाओं का सम्मान करने वाला, आस्थाओं को सुरक्षित रखने वाला केरल. ശബരിമല സ്വർണ്ണക്കവർച്ച കേസിന്റെ അന്വേഷണം നിഷ്പക്ഷ ഏജൻസിയെ ഏൽപ്പിക്കാൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ തയ്യാറാകണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. കേരളത്തിൽ ചീഫ് മിനിസ്റ്റേഴ്സ് മെഗാ ക്വിസ് മത്സരത്തിന് സംസ്ഥാന വ്യാപകമായി നാളെ തുടക്കമാകും. 12,000-ഓളം സ്കൂളുകളിലും 1,200-ലധികം കോളേജുകളിലും നടക്കുന്ന ക്വിസ് മത്സരത്തിൽ 5 ലക്ഷത്തിലധികം വിദ്യാർത്ഥികൾ പങ്കെടുക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. കേരളത്തിൽ സ്ഥാനാർത്ഥികളുടെ മരണത്തെ തുടർന്ന് പ്രത്യേക തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച 3 തദ്ദേശ ഭരണ വാർഡുകളിലെ വോട്ടെടുപ്പ് നാളെ. തിരുവനന്തപുരം കോർപ്പറേഷനിലെ വിഴിഞ്ഞം, മലപ്പുറം ജില്ലയിലെ മൂത്തേടം, പായിമ്പാടം, എറണാകുളം പാമ്പാക്കുട, ഓണക്കൂർ എന്നീ വാർഡുകളിലാണ് പ്രത്യേക തിരഞ്ഞെടുപ്പ്. വോട്ടെണ്ണൽ മറ്റന്നാൾ നടക്കും. 4ാമത് കേരള നിയമസഭ അന്താരാഷ്ട്ര പുസ്തകോത്സവത്തിന്റെ 5ാം ദിനത്തിലും വൻ ജനപങ്കാളിത്തം. പ്രശസ്ത എഴുത്തുകാരായ KP രാമനുണ്ണി, TD രാമകൃഷ്ണൻ, തനുജ ഭട്ടത്തിരി, മധുസൂദനൻ നായർ, വയലാർ ശരചന്ദ്രവർമ്മ തുടങ്ങിയവർ ഇന്ന് വിവിധ സെഷനുകളിൽ പങ്കെടുത്തു. വൈകുന്നേരം അഗ്നികണ്ഠാകർണൻ തെയ്യം ആസ്വാദകർക്ക് മുന്നിലെത്തി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും @ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് _തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR ന്യൂസ് _TVM X ഹാൻഡിലും ലഭ്യമാണ്.
പീഡനക്കേസിൽ അറസ്റ്റിലായ രാഹുൽ മാങ്കൂട്ടത്തിൽ MLA 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു. രാഹുലിനെ മാവേലിക്കര സ്പെഷ്യൽ സബ് ജയിലിലേക്ക് മാറ്റി. അതേസമയം വൈദ്യപരിശോധനയ്ക്കായി രാഹുലിനെ പത്തനംതിട്ട ജനറൽ ആശുപത്രിയിൽ എത്തിച്ചപ്പോൾ ഡിവൈഎഫ്ഐയും യുവമോർച്ചയും വൻ പ്രതിഷേധവുമായി എത്തിയിരുന്നു. ഭൌമ നിരീക്ഷണ ഉപഗ്രഹമായ EOS N1, മറ്റ് 15 ഉപഗ്രഹങ്ങൾ എന്നിവ ISRO നാളെ വിക്ഷേപിക്കും. ശ്രീഹരിക്കോട്ടയിലെ 1ാം വിക്ഷേപണ തറയിൽ നിന്ന് രാവിലെ 10:17 വിക്ഷേപണം. PSLVയുടെ 64ാമത്തെ വിക്ഷേപണമായിരിക്കും ഇത്. ഇന്ത്യ ന്യൂസിലൻഡ് പുരുഷ ഏകദിന ക്രിക്കറ്റ് പരമ്പരയിലെ ആദ്യ മത്സരത്തിൽ ഇന്ത്യയ്ക്ക് 301 റൺ വിജയലക്ഷ്യം. ടോസ് നഷ്ടപ്പെട്ട ആദ്യം ബാറ്റ് ചെയ്യാനിറങ്ങിയ ന്യൂസിലൻഡ് നിശ്ചിത ഓവറിൽ 8 വിക്കറ്റ് നഷ്ടത്തിൽ 300 റൺ നേടി. മറുപടി ബാറ്റിംഗിനിറങ്ങിയ ഇന്ത്യ ഒടുവിൽ റിപ്പോർട്ട് ലഭിക്കുമ്പോൾ 40 ഓവറിൽ 3 വിക്കറ്റ് നഷ്ടത്തിൽ 239 റൺ നേടിയിട്ടുണ്ട്. പാലക്കാട് ചാലിശ്ശേരിയിൽ നടന്ന 13ാമത് ദേശീയ സരസ്മേള സമാപിച്ചു. 10 ദിവസം നീണ്ടുനിന്ന മേളയ്ക്കാണ് ഇന്ന് സമാപനമായത്. 2-ാം തീയതി മുഖ്യമന്ത്രി പിണറായി വിജയനാണ് ദേശീയ സരസ്മേള ഉദ്ഘാടനം ചെയ്തത്. വിശദാംശങ്ങളുമായി ആകാശവാണി പാലക്കാട് ജില്ലാ പ്രതിനിധി ഫൈസൽ അലിമുത്ത്. ജനപങ്കാളിത്തം കൊണ്ടും വിൽപ്പന വരുമാനത്തിലും ശ്രദ്ധേയമായാണ് ചാലിശ്ശേരിയിൽ നടന്ന ദേശീയ സരസ്മേള ഇന്ന് സമാപിച്ചത്. സമാപന സമ്മേളനം മന്ത്രി MP രാജേഷ് ഉദ്ഘാടനം ചെയ്തു. ചലച്ചിത്ര താരം മഞ്ജു വാര്യർ മുഖ്യാതിഥിയായി പങ്കെടുത്തു. സംസ്ഥാനത്തിനകത്തും പുറത്തുനിന്നുമായി നിരവധി സ്ത്രീ സ്വയം സഹായ സഹകരണ സംഘങ്ങൾ സരസ്മേളയുടെ ഭാഗമായി 250 പ്രദർശന വിപണന സ്റ്റാളുകളാണ് ഒരുക്കിയിരുന്നത്. രാജ്യത്തിന്റെ രുചി വൈവിധ്യങ്ങൾ വിളമ്പിയ ഫുഡ് കോർട്ടും ഉണ്ടായിരുന്നു. 10 ദിവസങ്ങളിലും വിവിധ കലാപരിപാടികളും സാംസ്കാരിക സമ്മേളനങ്ങളും സംഘടിപ്പിച്ചിരുന്നു. തിരുവനന്തപുരം ജില്ലയിലെ 10ാം ക്ലാസ്സിലെ മുഴുവൻ വിദ്യാർത്ഥികൾക്കുമായി കൈറ്റ്സ് ഈ മാസം 15-നകം റോബോട്ടിക്സ് പരിശീലനം നൽകും. 10ാം ക്ലാസ്സിലെ പുതുക്കിയ IT പാഠപുസ്തകത്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള റോബോട്ടിക്സ് പാഠഭാഗങ്ങൾ പ്രായോഗികമായി പഠിക്കാനും ഈ വർഷത്തെ SSLC പരീക്ഷയ്ക്ക് തയ്യാറെടുക്കാനും കുട്ടികൾക്ക് അധിക പിന്തുണ എന്ന നിലയിലാണ് ലിറ്റിൽ കൈറ്റ്സ് IT ക്ലബ്ബുകളുടെ നേതൃത്വത്തിൽ നടത്തുന്ന ഈ പരിശീലനം. വികസിത ഭാരതം എന്ന പ്രധാനമന്ത്രിയുടെ സ്വപ്നം സാക്ഷാത്കരിക്കാൻ സമൂഹത്തിലെ ഓരോരുത്തർക്കും ചുമതലയുണ്ടെന്ന് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ പറഞ്ഞു. 1 വർഷം നീണ്ടു നിൽക്കുന്ന കർണകായമ്മൻ ഹയർ സെക്കൻഡറി സ്കൂൾ വജ്രജൂബിലി ആഘോഷം പാലക്കാട് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു ഗവർണർ. മകരവിളക്കിന് 2 നാൾ മാത്രം ബാക്കി. ഭക്തിസാന്ദ്രമായി ശബരിമല. എരുമേലിയിൽ പേട്ടതുള്ളൽ നടന്നു. പന്തളത്ത് നിന്ന് തിരുവാഭരണ ഘോഷയാത്ര നാളെ സന്നിധാനത്തേക്ക് പുറപ്പെടും. CMFRIക്ക് കീഴിലെ ലക്ഷദ്വീപ് കൃഷി വിജ്ഞാന കേന്ദ്രം സംഘടിപ്പിക്കുന്ന ത്രിദിന മത്സ്യമേളയ്ക്ക് കവരത്തിയിൽ തുടക്കം. കടൽ ഭക്ഷ്യവിഭവങ്ങൾ, നാടൻ ഉൽപ്പന്നങ്ങൾ, കടൽ പായലിൽ നിന്നുള്ള മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ എന്നിവയുടെ വിപണനം, സാങ്കേതികവിദ്യ പ്രദർശനം, സാംസ്കാരികോത്സവം തുടങ്ങിയവ മേളയുടെ ഭാഗമായി നടക്കും. ജർമ്മൻ ചാൻസലർ ഫ്രെഡറിക് മെർസിന്റെ 2 ദിവസത്തെ ഇന്ത്യ സന്ദർശനം നാളെ ആരംഭിക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ അഹമ്മദാബാദിൽ ജർമ്മൻ ചാൻസലറെ സ്വീകരിക്കും. ഇന്ത്യ ജർമ്മനി തന്ത്രപരമായ പങ്കാളിത്തത്തിൽ കൈവരിച്ച പുരോഗതി ഇരു നേതാക്കളും വിലയിരുത്തും. ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ആഭിമുഖ്യത്തിൽ NCC കേഡറ്റുകൾക്കായി സംഘടിപ്പിച്ച യുവ ആപ്തമിത്ര പ്രത്യേക ദുരന്ത നിവാരണ പരിശീലന പരിപാടി സമാപിച്ചു. കോഴിക്കോട് 30 NCC ബറ്റാലിയൻ സംഘടിപ്പിച്ച 10 ദിവസത്തെ വാർഷിക പരിശീലന ക്യാമ്പിന്റെ ഭാഗമായാണ് 7 ദിവസത്തെ തീവ്ര പരിശീലനം സംഘടിപ്പിച്ചത്. മാഹി ബൈപ്പാസിൽ തലശ്ശേരി മാടപ്പീടികയ്ക്ക് സമീപമുണ്ടായ വാഹനാപകടത്തിൽ യുവാവ് മരിച്ചു. വടകര മണിയൂർ സ്വദേശി അഖിലാണ് മരിച്ചത്. വാദ്യം കലാകാരനായിരുന്നു. അടൂർ ഏഴംകുളം അറുകാലിക്കലിൽ ജനൽപ്പാളി തലയിൽ വീണ 1ാം ക്ലാസ് വിദ്യാർത്ഥി മരിച്ചു. ധ്രുപദ് തനൂജാണ് മരിച്ചത്. കളിക്കുന്നതിനിടയിൽ കുട്ടിയുടെ തലയിലേക്ക് ജനൽപ്പാളി പതിക്കുകയായിരുന്നു. 2070 ആകുമ്പോൾ കാർബൺ പുറന്തള്ളൽ 0 കൈവരിക്കാനുള്ള പ്രതിജ്ഞാബദ്ധത ഇന്ത്യ ആവർത്തിച്ചു. അബുദാബിയിൽ നടന്ന അന്താരാഷ്ട്ര പുനരുപയോഗ ഊർജ്ജ ഏജൻസി ഐറീനയുടെ 16ാമത് അസംബ്ലിയിൽ ഊർജ്ജ മന്ത്രി പ്രഹ്ലാദ് ജോഷിയാണ് ഇക്കാര്യം വ്യക്തമാക്കിയത്. സിറിയയിലുടനീളം IS കേന്ദ്രങ്ങൾക്ക് നേരെ US ആക്രമണം. ഇന്നലെ രാത്രി നടത്തിയ ആക്രമണങ്ങളിൽ പങ്കെടുത്തതായി ജോർദാൻ സേന അറിയിച്ചു. കഴിഞ്ഞ മാസം പാൽമിറയിൽ IS നടത്തിയ ആക്രമണത്തിൽ 2 US സൈനികരും 1 അമേരിക്കൻ പൗരനും കൊല്ലപ്പെട്ടിരുന്നു. ഇതിനുള്ള മറുപടിയായാണ് ഓപ്പറേഷൻ ഹോക്കി സ്ട്രൈക്ക് എന്ന് പേരിട്ടിരിക്കുന്ന ഈ സൈനിക നടപടിയെന്ന് ട്രംപ് ഭരണകൂടം അറിയിച്ചു. 2 ആഴ്ച പിന്നിട്ട് ഇറാനിലെ സർക്കാർ വിരുദ്ധ പ്രതിഷേധങ്ങളുമായി ബന്ധപ്പെട്ട ആക്രമണങ്ങളിൽ മരിച്ചവരുടെ എണ്ണം 116 ഉയർന്നതായി ചില മനുഷ്യാവകാശ പ്രവർത്തകർ ആരോപിച്ചു. രാജ്യത്ത് ഇന്റർനെറ്റ്, ഫോൺ ലൈനുകൾ എന്നിവ വിച്ഛേദിക്കപ്പെട്ടിരിക്കുകയാണ്. പ്രധാന വാർത്തകൾ വീണ്ടും. നാളെ ദേശീയ യുവജനദിനം. ഇതോടനുബന്ധിച്ച് ന്യൂഡൽഹിയിൽ നടക്കുന്ന വികസിത് ഭാരത് യങ് ലീഡേഴ്സ് ഡയലോഗിനെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭിസംബോധന ചെയ്യും. വികസിത ഭാരതം എന്ന ലക്ഷ്യം കൈവരിക്കുന്നതിൽ വികസിത കേരളത്തിന് സുപ്രധാന സ്ഥാനമുണ്ടെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. കേരളത്തിൽ ചീഫ് മിനിസ്റ്റേഴ്സ് മെഗാ ക്വിസ് മത്സരത്തിന് സംസ്ഥാന വ്യാപകമായി നാളെ തുടക്കമാകും.
ഇന്ത്യ ന്യൂസിലൻഡ് പുരുഷ ഏകദിന ക്രിക്കറ്റ് പരമ്പരയിലെ ആദ്യ മത്സരത്തിൽ ഇന്ത്യയ്ക്ക് 301 റൺ വിജയലക്ഷ്യം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45.